Madrid, Hala Madrid, Hala Madrid in your face. നിങ്ങളുടെ മെയിൻ പില്ലറിന് വലിയിട്ടുണ്ടല്ലോ. ഇതുകൊണ്ട് യുണൈറ്റഡ് ഫാൻസിന് ആർമാദിക്കാൻ ആഹ്ലാദിക്കാൻ സന്തോഷിക്കുക. കാരണം ഇതിന് മികച്ചൊരു കോച്ചിനെ എവിടെ കിട്ടും. Good morning, good afternoon, good evening. Welcome to our latest episode of Chit Chat from Xcast. So, cricket or football or not? Football, of course. Hala Madrid, Hala Madrid, Hala Madrid in your face. അത് പിന്നെ സമ്മതിച്ചൊന്നല്ലേ പറ്റും. ചാമ്പ്യൻസ് ലീഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ റയലി ആകാശത്ത്. നീ അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ സിറ്റിയുടെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, സിറ്റി ഒന്ന് അടിച്ചിടുമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഓഫ്കോഴ്സ് റയലാണ്, റയലിൻ്റെതായ കാര്യങ്ങളുണ്ട്, മുന്നോട്ട് പോയി ജയിച്ചു. വേറെ ഒന്നും പറയാനില്ല ഇതിന്റെ അകത്ത്. ഞാൻ പക്ഷെ എല്ലാ തവണയും റയൽ ജയിക്കുന്ന കംബാക്ക് ഒന്ന് 80-90+. 87 മിനിറ്റിൽ അൽഫോൺസോ ഡേവിസ് കംബാക്കിന്റെ കേസ് പറഞ്ഞില്ലേ, ഒരു ട്രോള് കണ്ടതാണ്. സൂപ്പർ കപ്പ് ബയർ ലെവർകൂസനും റയലും കളി തുടങ്ങി 85-ാമത്തെ മിനിറ്റിലാണ്. 90% മറ്റേ അൽഫോൺസോ ഡേവിസ് ഗോൾ അടിച്ചപ്പോൾ പ്രതീക്ഷയുണ്ടേ. പക്ഷെ എന്നാലും പിന്നെ നോയറും നല്ല കളിയാണ്, നല്ല ഫോമാണ്. അടിപൊളിയായിട്ട്. പക്ഷെ ഒരൊറ്റ മിസ്റ്റേക്ക് വഴി എല്ലാം മാറി. എന്താ പറയാ, ഞാൻ സത്യം പറഞ്ഞ വിനിഷ്യസ് ആദ്യം അടി അടിച്ചിട്ട് ഒരു 2 ഗോൾ ഒരു സമയം ഉണ്ടായ സമയത്ത് വിനിഷ്യസ് പോസ്റ്റ് അടിച്ചില്ലേ, റോഡ്രിഗോടെ സെക്കൻഡ് ചാൻസ് ഞാൻ റോഡ്രിഗോ അടിച്ചിട്ടുണ്ട്. പക്ഷെ ന്യൂയർ കലക്കനായിട്ട് പിന്നെ ടോണി ക്രൂസിന്റെ ഒരു കർവ് ഷോട്ട് ഉണ്ടായത്, അത് സേവ് ചെയ്ത് ന്യൂയർ അടിപൊളിയായിട്ട് നിന്ന്. പക്ഷെ ഡേവിസ് ഗോൾ അടിച്ചില്ലേ, ഞാൻ വിചാരിച്ചിട്ടില്ല. പണിപ്പാണ് മിക്കവാറും മുഞ്ചിന്നുള്ള അവസ്ഥ. ഞാൻ അപ്പൊ സ്വപ്നം കണ്ടു പണ്ടാറം പിടിക്കാൻ ജർമ്മൻ ഫൈനൽ വരുമല്ലോ, റെയിൽ പോയല്ല ഒന്നാമതി. പിന്നെ ഈ പറഞ്ഞ ഞാൻ നോക്കിയപ്പോ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ടുച്ചിലാണെങ്കിൽ കിമ്മിനെ ഇറക്കി. കിമ്മിച്ചനല്ല, മറ്റേ കിംജിൻ, മറ്റേ അയാൾ ഇറക്കി. അപ്പൊ ഒന്നുകൂടി ഡിഫെൻസീവായി. റയലാണെങ്കിൽ അതേസമയം ക്രൂസിനെ മാറ്റി, വാൽവർദേനെ മാറ്റി, റോഡ്രിഗോനെ മാറ്റി, ഓക്കെ. ഇങ്ങനെ പിള്ളേരൊക്കെ ഞാൻ വിചാരിച്ചു ആൻജലോട്ടി എന്തോന്നി കാണിക്കണേന്ന്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഒരു മാനേജറിന്റെ കഴിവ് അവിടെയാണ് അത് ഇരിക്കണം. കാരണം പുള്ളി ഇറക്കിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു കളി കാണുന്ന രീതിയിലല്ല പുള്ളിക്കാരൻ ചിന്തിച്ചത്. പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ വർക്കായി. അവിടെയാണ് ആൻജലോട്ടി എന്നുള്ള കോച്ചിന്റെ വിജയം, ടുച്ചലിന്റെ പരാജയം. എനിക്ക് ഇതിന് മുമ്പും കംബാക്ക് നടത്തിയ മീൻസ് ചാമ്പ്യൻസ് ലീഗില്ല, പ്രീമിയർ ലീഗിലാണെങ്കിൽ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും അത് ഒരു കാരണം. ഈ റയൽ സീസൺ എടുത്തു, ഈ സീസൺ സത്യം പറഞ്ഞാൽ റയൽ ഒരു കപ്പ് അടിക്കണ്ട. കോർട്ടോ ഈ സീസൺ ഫുൾ ഉണ്ടായിട്ടില്ല. ആലബോ മിലിറ്റാവോ ഇഞ്ചറിയോട് ഇഞ്ചറി. ബെൻസിമോ പോയി, ഒരു ഫോർവേഡ് ഇല്ല. വിനിഷ്യസ് 3 മാസത്തോളം ഉണ്ടായില്ല. ഒരു ലോഡ് മിഡ് കളിക്കാരും ഉണ്ട്. ബെല്ലിംഗ്ഹാമിനെ എങ്ങനെ ഉപയോഗിച്ചെന്നുള്ളത് ബെല്ലിംഗ്ഹാമിന് മാത്രം അറിയാം. അവന്റെ പിടിയൂലേ കമങ്ക ചോമിനി ഒന്നുമില്ല പറയാ. അത് ആൻസിലോട്ടിയുടെ കഴിവാണ്. ഒരു ട്രോള് കണ്ടത്, അതായത് അടുത്ത സീസണിന് വേണ്ടി റയല് എംബാപ്പിനെ നോക്കുന്നത്, അൽഫോൺസോ ഡേവിസ്, ബാഴ്സയാണ് ഇപ്പോഴും റോബോട്ടിയുടെ എക്സിന്റെ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബാഴ്സയുടെ റയലിന്റെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ബാഴ്സ നിങ്ങളുടെ മെയിൻ പില്ലറിന് വിലയിട്ടിട്ടുണ്ടല്ലോ, സർജിയോ റൂഫോന് 100 മില്യൺ. പക്ഷെ റോഹോ പോയി കഴിഞ്ഞാൽ പിന്നെ ബാഴ്സ കളിക്കാൻ ഇറങ്ങണോ? നിങ്ങളുടെ ബാക്കിലുള്ള ഒരേ ഒരു ഇതല്ലേ, പിന്നെ വെറുതെ നിന്നാ പോരെ. ഫ്രണ്ടൊക്കെ പൊളിച്ചു പോയിരുന്നു. പോവും അടുത്ത സീസൺ എന്തായാലും. പോന്ന നല്ലത്. എന്തിനാണ് തന്നെ കേൾക്കണേ ഞങ്ങൾ ടീമിനെ ചുറ്റിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങളുടെ പറഞ്ഞപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡില് ഞങ്ങളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പിയേഴ്സ് മോർഗൻ പറഞ്ഞ ഇന്റർവ്യൂ പറയുന്നുണ്ട്, യുണൈറ്റഡിന്റെ ക്രിസ്ത്യാനോ 13 വർഷം മുമ്പ് വിട്ടുപോയപ്പോ യുണൈറ്റഡ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ അതേപോലെയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടല്ല, കഴിഞ്ഞ കളി മഴ പെയ്തപ്പോ സ്റ്റേഡിയത്തിൽ വെള്ളം ലീക്കായി സ്റ്റാൻസി കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ലോകത്തിലെ രണ്ടാമത്തെ, റയലിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നല്ല സ്റ്റാൻസ് ഇല്ല, ഗ്രൗണ്ട് ഇല്ല, ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇല്ല. കോച്ചാണെങ്കിൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അത് പക്ഷെ കോച്ചിന്റെ തെറ്റില്ലല്ലോ. അതല്ല,
പക്ഷെ കോച്ചിന് ഇപ്പോഴും ടെൻഹാഗിന് ഇപ്പോഴും അഹങ്കാരത്തിനുള്ള പിന്നെ ഏറ്റവും കൂടുതൽ യുണൈറ്റഡ് തോറ്റ സീസൺ 1900 സംതിങ്. എന്തുകൊണ്ടും യുണൈറ്റഡ് ഫാൻസിന് ആർമാദിക്കുക, ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. കാരണം ഇതിന് മികച്ചൊരു കോച്ചിനെ എവിടെ കിട്ടും? ഇപ്പോഴും പറയണത് ഞങ്ങളുടെ സീസൺ സക്സസ്ഫുൾ ആണ്, ഞങ്ങൾ FA കപ്പ് ഫൈനലിൽ എന്തിന് സിറ്റിയുടെ കൊണ്ടുപിടിക്കാൻ ഫൈനലിൽ പോയിട്ട് അതെന്തൊക്കെയാണ് തോന്നുന്നു. ഒരു കോട്ടി ടീമായിട്ട് കഷ്ടപ്പെട്ട് ജയിച്ചത്. എടാ അത് മറ്റേ സെക്കൻഡ് സോണി കളിക്കുന്ന ടീമാണ് അവരായിട്ട്. അത് 3-3 പിടിച്ചിട്ട് ഇതിപ്പോ ഫെർണാണ്ടസ് പരിക്കേണ്ടിരിക്കുന്നുണ്ട്, ബ്രൂണോയും കൂടി. അതല്ല എടാ എനിക്കിഷ്ടമല്ലാന്ന് എനിക്കറിയാം ബ്രൂണോനെ, പക്ഷെ യുണൈറ്റഡ് കളിക്കണത് എന്തേലും കാട്ടിക്കൂട്ടുള്ള ബ്രൂണോ കൂടി ഇല്ലെങ്കിൽ ബഹുവിശേഷമായി. ഇപ്പോ ഫൈനൽ നമുക്ക് അറിയാം, ചാമ്പ്യൻസ് ലീഗിന്റെ റയലും റയലും ഡോട്ട്മുണ്ടും. നമുക്ക് രണ്ടുപേർക്കും അറിയാം 99% റയൽ ജയിക്കും. ബട്ട് ആസ് എ ഒരു ഫാൻ എന്ന രീതിയിൽ ആസ് എ ഫുട്ബോൾ ഫാൻ ഞാനിവിടെ റയൽ മാഡ്രിഡിനെ മാറ്റി വെക്കുന്നുണ്ട്. ആസ് എ ഫുട്ബോൾ ഫാൻ എനിക്ക് ഡോട്ട്മുണ്ട് അടിക്കണം. ഒറ്റ ഉത്തരവുള്ളൂ. ഞാൻ വേറെ രീതി പറയട്ടെ, നമുക്ക് രണ്ടുപേരും പ്രഡിക്ഷൻ നോക്കിയാണെങ്കിൽ 99% റയലാണ് ജയിക്കും. കാരണം ഡോട്ട്മുണ്ട് കഴിഞ്ഞ ആഴ്ച തോറ്റു 3-0 മെയിൻസ് ആയിട്ട്. ഓക്കെ, ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് കുറെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ഒക്കെ റയൽ ജയിച്ചിട്ടുണ്ട്. ബട്ട് അതുപോലെ തന്നെ ഫൈനലിലേക്ക് ഇതും വലിയ സ്പെഷ്യാലിറ്റി ഇല്ല അവർക്ക്. ബട്ട് ആസ് എ ഡോട്ട്മുണ്ട് അവർക്ക് അങ്ങനെയല്ല. കുറെ 2013 ശേഷം അർത്ഥം ലാസ്റ്റ് ബയോണായിട്ടാണ് 11 കൊല്ലത്തിന് ശേഷമാണ് അടുത്ത ഫൈനൽ. അതിന് സ്പെഷ്യാലിറ്റി റീൽസിന്റെ ലാസ്റ്റ് ഗെയിം. അപ്പോ അത് ജയിക്കാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും അത് ചെയ്യാൻ അതന്നെയല്ലേ എന്റെ മൈൻഡിൽ തന്നെയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റയല് ഇപ്പൊ ബയോണായിട്ട് കളിച്ചില്ലേ, അത് ഫൈറ്റിൽ എന്നുള്ള രീതിയിൽ. കാരണം എല്ലാവരും ഓടി അമ്പത്ര എനർജറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട്. ഡോട്ട്മുണ്ട് PSG ഡോട്ട്മുണ്ട് അടിക്കുന്നതായിരിക്കും വിചാരിച്ചത്, ഒരാളും വിചാരിച്ചു. പക്ഷെ അടിപൊളിയായിട്ട് ഡിഫൻസ് ചെയ്ത് അവർ കളിച്ച് ജയിച്ച്. ഇപ്പോ റയലിന് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ ഡോട്ട്മുണ്ടിന് ഇവിടെ നേടാനേ ഉള്ളൂ, എന്തും നേടാനേ ഉള്ളൂ. കാരണം ഡോട്ട്മുണ്ട് ഫാൻസ് നോക്കുമ്പോൾ റോയ്സിന്റെ ലാസ്റ്റ് കളി, റോയ്സ് ഇതുവരെ ഒരു മേജർ ട്രോഫി ആയിട്ട് റീമിനേറ്റ് മേടിച്ചിട്ടില്ല. DFB കപ്പ് അടിച്ചിട്ടുണ്ട്, പക്ഷെ ബുണ്ടസ്ലീഗ കഴിഞ്ഞ സീസൺ ആലോചിച്ച് നോക്കി 92-ാം മിനിറ്റിൽ മുസിയാല ഗോൾ അടിച്ച് ആ കപ്പ് പോയി. റോയ്സിന് എന്തോരം വിഷമമുണ്ടോ? അല്ല അവർ തോറ്റ് ഡോട്ട്മുണ്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഭയം ജയിക്കുകയും ചെയ്തില്ല. ആ കളി എല്ലാവരും പക്ഷെ ഈ കളി ഇപ്പൊ റൂയിസ് ഇറങ്ങിയില്ലെങ്കിൽ പോലും ഡോട്ട്മുണ്ട് ഫാൻസ് ആണെങ്കിലും ലോകത്തിലുള്ള ഫുട്ബോൾ ഫാൻസ് ഭൂരിഭാഗം പേരുണ്ടല്ല. ഞാനൊരു റയൽ ഫാനാണെന്ന് നിൽക്കറിയാം, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട് റൂയിസ് ആ കപ്പ് പോയി കാണുന്നു. ആ റൂയിസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം റയൽ ജയിക്കും 90% അറിയാം. ബട്ട് ഒരു വേവ് മാറി വരാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫെയർവെൽ ആവും. കാരണം ആ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ഇല്ലാത്ത പ്ലെയർ ആണ്. ഫുട്ബോളിൽ ഹെയ്റ്റ് ഇല്ലാത്ത ചുരുക്കം ചില പ്ലെയേഴ്സേ ഉള്ളൂ, അതിൽ മാർക്കോളിസ് ഒന്നാണ്. ആർക്കൊരു ദേഷ്യം ഒരു പരാതിയില്ല, ഇഷ്ടം മാത്രമുള്ള. സോ ടോട്ടലി ഇപ്പൊ ഞാൻ നീന്നല്ല, മൊത്തത്തിൽ ഒരു ഫുട്ബോൾ ഫാൻസിന്റെ എടുത്തു കഴിഞ്ഞാൽ പോലും എല്ലാവർക്കും റോയ്സ് അടിക്കണം. പണ്ട് ഈ പറഞ്ഞതുപോലെ ബഫൺ അടിക്കണമെന്ന് കുറെ പേർക്ക് ആഗ്രഹമുണ്ടായി. പക്ഷെ അങ്ങനെ ക്രിസ്ത്യാനോട് എനിക്ക് പിന്നെ ഫൈനൽ കഴിഞ്ഞിട്ട് കളി നിർത്തുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ആരുമില്ല. അത് അങ്ങനെ അടിച്ചേക്കുന്നത് നമ്മുടെ മെസ്സി ഉള്ളു. വേൾഡ് കപ്പ് ഇങ്ങനെ റിട്ടയർ ചെയ്യുന്ന പറഞ്ഞ പിള്ളേരെ അടിച്ചു കൊടുത്തു. റിട്ടയർ ആയില്ലല്ലോ. ഇല്ല, അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവില്ല എന്നാണ് സൂചന. പിന്നെ എനിക്ക് റയൽ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു കാരണം ഞാൻ പറഞ്ഞത്, ഞാനൊരു ക്രിസ്ത്യാനോ ഫാനാണല്ലോ. അപ്പൊ റൊണാൾഡോയേക്കാൾ കൂടുതൽ മോഡ്രിച്ചിന് വരും, ക്രൂസിന് വരും. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും അടിക്കേണ്ട നാച്ചോന് വരും. രണ്ടുപേരുള്ളൂ. കാർവഹാലില്ലേ? ഇല്ല, കാർവഹാലുണ്ട്. കാർവഹാല്, നാച്ചോ, മോഡ്രിച്ച്, ക്രൂസ്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും വേണ്ടാന്ന് വരുന്നുണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പറയാലോ. കാരണം അവരപ്പൊ അങ്ങനെ നോക്കുമ്പോ പിന്നെ കാരണം UCL എന്ന് പറഞ്ഞാൽ UEFA ക്രിസ്ത്യാനോ ലീഗ് ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, മോസ്റ്റ് ഗോൾസ്, മോസ്റ്റ് അസിസ്റ്റ്, മോസ്റ്റ് ട്രോഫി, മോസ്റ്റ് മാൻ ഓഫ് ദ മാച്ച്, എല്ലാത്തിലും ക്രിസ്ത്യാനോ ഉണ്ട്. മോസ്റ്റ് ഗെയിം കളിച്ചിട്ട് അതാണ് എല്ലാത്തിലും മോസ്റ്റ് ക്രിസ്ത്യാനോ ഉണ്ട്. അപ്പൊ
ട്രോഫിയുടെ മാറുമ്പോ ക്രിസ്ത്യാനോ ഫാൻസ് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ. റയൽ അടുത്ത സീസൺ അടിച്ചോട്ട് ഒരു കുഴപ്പമില്ല. മോഡ്രിച്ചും ക്രൂസൊക്കെ പോകേണ്ടി ആച്ചോയി പോകേണ്ടി ഒരു പ്രശ്നമില്ല. എന്തായാലും നാലിന്റെ 3-4 അടിക്കും. അത് ഞങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ രാജുമോൻ ഞങ്ങളുടെ ഗോമോനും കൂടി വന്നു കഴിഞ്ഞാൽ എന്നെ പറയാനില്ല. ഞാൻ പറഞ്ഞു ചാമ്പ്യൻസ് ലീഗിന്റെ കേസ് പറയുമ്പോ എനിക്ക് അതിന്റെ മേളിലോട്ട് റെയിലിനെ കുറിച്ച് പറയാറ്. പിന്നെ എന്തെങ്കിലും പറയണേ അടിച്ച് ഞാൻ താഴെ കൊടുത്തോ. അതല്ല നീ വേറെ ട്രോളുണ്ട. ഞാൻ എംബാപ്പെ മറ്റേ ഇവിടെ വാങ്ങൽ പ്രസംഗം നടത്തിയല്ല, അതിന്റെ അകത്ത് നാസർ ഖലീഫിനെ മെൻഷൻ ചെയ്തില്ല. അതിന്റെ PSG പ്രസിഡന്റിനെ മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് നാസർ ഖലീഫ് ഒച്ചപ്പാടും പ്രശ്നമായിട്ടുണ്ട്. ഓൺലൈൻ വീഡിയോ ഇട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ലാ ലിഗ സെലിബ്രേഷന്റെ അടുത്ത് പെരസ് മൈക്ക് എടുത്ത് പ്രസംഗിക്കാൻ കയറി. അപ്പൊ ഈ പറഞ്ഞ പോലെ സമയത്ത് ഫാൻസിനോട് ഇനി അടുത്ത പ്ലെയർ ചെയ്തു എന്ന് പറഞ്ഞു. എല്ലാരും എംബാപ്പെ ഒച്ചെടുത്ത്. പെരസ് ഒന്നും മിണ്ടിയില്ല, ജസ്റ്റ് ചിരിച്ചു. ഇത്രയും നാളായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. ഇത്രയും സീക്രട്ട് ആയിട്ട് വലിയ സൈനിങ് നടന്നിട്ടുണ്ടോ? ഇല്ല. ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ട് നടന്നിട്ടുണ്ട്. കോൺട്രവേഴ്ഷ്യൽ. പക്ഷെ നമുക്കറിയാം, അതായത് ടീം സമ്മതിക്കുന്ന എംബാപ്പെ സമ്മതിക്കുന്നത്. എനിക്കിപ്പോ വേറെ പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ഡോട്ട്മുണ്ട് അടിക്കുന്നത്. റൂയിസ് അടിക്കട്ടെ. ഞാൻ ഡോട്ട്മുണ്ട് എന്നുള്ളവരാണ്. മാർക്ക് റൂയിസ് ഒക്കെ ഒപ്പം കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആസ് എ ഫുട്ബോൾ ഫാൻ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഹോപ്സ് മാർക്ക് റൂയിസ് കുഡ് വിൻ ഇറ്റ്. എന്തെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഇങ്ങനെ കളിയുന്ന സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റും. പണ്ട് ജോസെ മൊറീനോ പറഞ്ഞതാണ് ഓർക്കണ്ട മെസ്സിനെ കുറിച്ച്. when you are facing Messi 1-on-1 you are dead എന്ന് പറഞ്ഞതാണ്. എനിക്കിപ്പം പറയാനുള്ളത് ആസ് എ ബാഴ്സ ഫാൻ ഞാൻ പറയാണ്, when you are facing Real Madrid in Champions League you are dead. അതേ അതിന്റെ ഇടയിൽ ബാഴ്സ വന്നാൽ തീർന്നു. അതേ സംഭവിക്കില്ല. ഇപ്പത്തെ ബാഴ്സ പ്രീമിയർ ലീഗില് 3 ഹാട്രിക് ഓഫ് ചാമ്പ്യൻസ് ലീഗ് അടിച്ച കോച്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 4 ടൈം കൺസിക്യൂട്ടീവ്സ് ആയിട്ട് ഇതുവരെ ഒരു കോച്ച് പഠിച്ചിട്ടില്ല. പ്രീമിയർ ലീഗ് ഇതുവരെ 4 ടൈം കൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു കോച്ച് പഠിച്ചിട്ടില്ല. നിന്റെ സിറ്റിക്ക് ഗോർഡിയോളക്ക് പൊക്കാം. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ പറയാനാണെങ്കിൽ ബയൺ ലെവർകൂസൻ യൂറോപ്പിൽ തന്നെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് 60 കൊല്ലത്തെ എന്തോ അൺബീറ്റൻ റെക്കോർഡ് പൊട്ടിച്ചു. 50 മാച്ചസ് അൺബീറ്റൻ. 50 മാച്ചസ്. ഇനി ഇത് ഹിസ്റ്ററിയിൽ ഇതേപോലെ ഉണ്ടാവും. അതും അറിയാത്തൊരു പേരിൽ നിന്ന് കയറി വന്ന ടീം. പ്ലെയേഴ്സിനെ പോലെ ഒരാൾ കുറയൂല. ഇപ്പൊ ഇവൻ ചോദിച്ചപ്പോ 5 പേരും ചോദിച്ചാൽ അറിയാൻ പാടില്ല. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റും. ഇപ്പൊ പറയാൻ പറ്റും. അതാണ് ഒറ്റ പേരുള്ളൂ. സാബി അലോൺസോ. ഞാൻ 3 കളിയുള്ളൂ. അതായത് ഒരെണ്ണം യൂറോപ്പ ലീഗ് ഫൈനല്, ഒരെണ്ണം DFB പോക്കൽ കപ്പ് ഫൈനല്, ഒരെണ്ണം പിന്നെ ബുണ്ടസ്ലീഗ ലാസ്റ്റ് കളി. 3 കൂടി ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രോഫിയും എല്ലാവരും ഒരു സീസൺ സ്വപ്നം കാണാൻ പറ്റും. സീസൺ ആകെ 2 കപ്പുള്ളൂ. DFB പോക്കൽ കപ്പ് ഉണ്ട്. അത്രേ ഉള്ളൂ. പ്രീമിയർ ലീഗിലാണല്ലോ കൂടുതൽ. FA കപ്പ്, കാർബാവോ കപ്പ്, ലീഗ് കപ്പ്, ലീഗ്, കോപ്പ ദെൽ റേ. പിന്നെ വേറൊരു കേസ് ഉണ്ട്. സാബി അലോൺസോയുടെ കൂട്ടുകാരൻ അടുത്ത സീസണിൽ കൊണ്ടുവരാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തോടെ പറഞ്ഞതാണ്. പക്ഷേ ശക്തമായിട്ട് റൂമർ ഉണ്ട്. ഈ സാബി അലോൺസോയുടെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അധികം ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. അത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്താ പറയാ, ഏജ് വൈസ് പ്രായമായിട്ടുണ്ടെങ്കിലും ഫിസിക്കലി ആളെപ്പോഴും ചെറുപ്പം തന്നെയാണ്. കുറെ ഗോളുകളൊക്കെ അടിച്ചു കൂട്ടുന്നുണ്ട്. അതായത് ഇത്ര പേർക്ക് വലിയ മാസ്മരിക ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട കാര്യമില്ല. യൂറോപ്പിലെ രാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് കമ്മിങ് ബാക്ക് ടു യൂറോപ്പ്. അടിച്ച ഗോളും പകുതി കൂടുതൽ പെനാൽറ്റി ആണെന്നുള്ളൂ. പെനാൽറ്റി അടിക്കാൻ കഴിയുകയാണ്. പെനാൽറ്റിക്ക് അടിക്കുന്ന ഗോളുകളാണ്. സോ ഇതിനകത്തോടെ ഈ 2 രീതിക്കാണ്. ഒന്ന്, ഓക്കെ ഞാൻ ചോദിക്കുന്നത്, നീ അത് എന്തോരം ഒഫീഷ്യലായിട്ട്, അതായത് എന്തോരം വിശ്വസിക്കേണ്ടത് വരും അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്? 20%. കാരണം ക്രിസ്ത്യാനോ സൗദിയിലെ ഹാപ്പിയാണ്. പിന്നെ സൗദിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനോനെ വിടാൻ പറ്റില്ല. ക്രിസ്ത്യാനോനെ വിട്ട് കളഞ്ഞാൽ ഇമ്പാക്ട് പോകും. സൗദി ലീഗിന്റെ ഇപ്പോൾ ഉള്ള ഒരു ബൂമിങ് പോകും. ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഇതാണെങ്കിലും ബാക്കിയുള്ള എന്തിതാണെങ്കിലും ക്രിസ്ത്യാനോ പോയി കഴിഞ്ഞാൽ അപ്പൊ സൗദിക്ക് ക്രിസ്ത്യാനോന് പോകാൻ ആഗ്രഹമാണെങ്കിൽ സൗദി വിടാണ്ടിരിക്കാനേ നോക്കുള്ളൂ. അങ്ങനത്തെ ഒരു കേസുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ ഹാപ്പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഇല്ല സൗദിയിലായതുകൊണ്ട്. ക്രിസ്ത്യാനോട് ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് ക്രിസ്ത്യാനോട് രീതി കളിക്കണം.
ടീംമേറ്റ്സ് ആണെങ്കിലും ക്ലബാണെങ്കിലും ഭയങ്കര ഇതായിട്ടാണ് നോക്കുന്നത്. പക്ഷെ അതേസമയം മറിച്ച് ഇപ്പോൾ യൂറോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ബയർൻ ഒരു കളി പോലും തോറ്റിട്ടില്ല, ഒരു ട്രോഫി പോലും വിടാണ്ടിരിക്കാൻ തോന്നുന്നു. സെക്കൻഡ് സീസൺ വരുമ്പോൾ ഒബിയസ്ലി ആ ഒരു പ്രഷർ ഉണ്ടാവും. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇനി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നീ ഒരു ബാഴ്സ ഫാനാണ്, ക്രിസ്ത്യാനോ വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി ഒറ്റ സാധനം വരുള്ളൂ, ക്രിസ്ത്യാനോ വന്നു ട്രോഫി പോയി. ക്രിസ്ത്യാനോ വന്നു ഫസ്റ്റത്തെ കളിയൊക്കെ തോറ്റു, ഐ മീൻസ് ഫസ്റ്റ് അൺബീറ്റൻ വന്നു, പിന്നെ കപ്പ് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ റൊണാൾഡോ ഇല്ലാണ്ട് കപ്പ് അടിച്ചു. ക്രിസ്ത്യാനോ പ്രോബ്ലം ഒന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ക്രിസ്ത്യാനോ ചിന്തിക്കുമ്പോൾ ഞാൻ എന്തിനീ തലവേദന എടുത്ത് വെക്കണമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അതേസമയം മറിച്ച് ചിന്തിക്കാം, ബയറിലോട്ട് പോകണം, യൂറോപ്പിലോട്ട് പിന്നെയും പോകണം, ട്രോഫി വെക്കണം. കാരണം ബുണ്ടസ്ലീഗ കുറിച്ച് എല്ലാം വിളിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ ഈ ഗ്രീഡിയും കൂടിയാണ്. ക്രിസ്ത്യാനോ എന്നെ അറിയാം, ഫുൾ കളി കളിക്കാൻ വേണ്ടിയില്ലെങ്കിലും ആ ടീമിക്ക് ഇറങ്ങിയ സാബിയൻസ് അത്യാവശ്യം വേണ്ടി രീതിയിൽ യൂസ് ചെയ്യുന്ന വിശ്വാസം ഉണ്ടാവും. സോ ചാൻസസ് ഉണ്ടാവുന്ന വെച്ചാൽ ചാൻസസ് ആർ പ്രിറ്റി ലെസ്. ബട്ട് ക്യാൻ ഹി കം ബാക്ക് ടു യൂറോപ്പ് ആൻഡ് കമ്പീറ്റ് ഇൻ എ ഹൈ ലെവൽ? ഹി ക്യാൻ. പിന്നെ റിട്ടയർമെന്റ് ഈ പറഞ്ഞ പോലെ സ്പോർട്ടിംഗ് ലിസ്ബണിലായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. കോൺട്രാക്ട് ഈ സീസൺ കഴിഞ്ഞില്ല, പുതുക്കാം. അത് ബയേൺ ഇതുവരെ ക്ലബ് സൈഡിൽ നിന്ന് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. സാബിയൻസിന് താല്പര്യമുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ബയേണിന്റെ സ്ട്രൈക്കർ ഒന്ന് പോകുന്നുണ്ട്, ബോണിഫേസ് എന്ന് പറഞ്ഞ സ്ട്രൈക്കർ, നൈജീരിയൻ സ്ട്രൈക്കർ വേറെ ക്ലബിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കാരണം ഇപ്പൊ കളിക്കുന്ന സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ അത്ര പേസുള്ള സ്ട്രൈക്കറും സ്കില്ലുള്ള സ്ട്രൈക്കർ അല്ല, ജസ്റ്റ് ഒരു നമ്പർ 9 ഒരു പോച്ചർ. ക്രിസ്ത്യാനോ അത് എന്തായാലും പറ്റും, ബോക്സിൽ അതൊന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഒരു സംഭവം. നിന്റെ ഇതില് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിരിക്കും? നിലവിൽ ഇപ്പോഴത്തെ ടോപ്പ് പ്ലേയേഴ്സ് ഒന്ന് ഹാലൻഡ്, കോൾ പാമർ, ഫോർഡൻ. പിന്നെ വേണമെങ്കിൽ സാക്കയും പറയാം. ഓക്കെ, ഈ 4 അത്ലറ്റ് ഇഷ്ടമുള്ളത് ഫോർഡനാണ് എനിക്ക്. ബട്ട് ഈ സീസണിൽ എനിക്കൊന്ന് കെയർ വന്നിരിക്കുന്നത് എന്റെ അഭിപ്രായം കോൾ പാമർ തന്നെയാണ്. പക്ഷേ കോൾ പാമറിന് യങ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കും. അത് മെയിൻ പ്രശ്നമാണ്. കപ്പടിച്ച ഫോർഡന് ബെസ്റ്റ് പ്ലെയർ കൊടുക്കണം. കാരണം ഹാളിന് കൊടുക്കാൻ പാടില്ല, ഡിസേർവിംഗ് അല്ല. അല്ല, ഫോർഡൻ കൊടുത്താൽ തെറ്റു പറയാൻ പറ്റില്ല, നമ്മൾ കളിച്ചിട്ടുണ്ട്. പിന്നെ ഫോർഡൻ ബാച്ച് പ്ലെയർ കൂടിയാണ്. നീ അപ്പൊ ഫോർഡനാണോ? ഞാൻ ഫോർഡനെ പറയുന്നത്. കോൾ പാമറിനാണ് എനിക്ക് ഈ സീസണിൽ തോന്നിയത്. കാരണം അത് കോൾ പാമർ അല്ല, ചെൽസി എഫ് സി ആയിരുന്നില്ലേ, നമ്മളെ കോൾ പാമർ ആയിരുന്നു കളിച്ച്. കോൾ പാമർ എഫ് സി കളിച്ച് പ്രീമിയർ ലീഗ് പറഞ്ഞല്ലേ. ഞാൻ ഒരു ബ്ലൈൻഡ് റാങ്കിങ് ഞാനിട്ട് ഇപ്പത്തെ പ്ലേയേഴ്സ് ആണ്. അല്ല, ഓൾ ടൈം മിഡ്ഫീൽഡേഴ്സ് ആണ്. മിഡ് ഡേവിഡ് സിൽവ, 3 സ്റ്റീവൻ ജെറാർഡ്, 5 പോൾ സ്കോൾസ്, 4 ഫ്രാങ്ക് ലംപാർഡ്, 1 റയാൻ ഗിഗ്സ്. 2 ഹാപ്പിയാണ്. കാരണം ലംബാർഡ് ഓസ്ട്രേലിയ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, ഓൾ ടൈം മിഡ്ഫീൽഡർ ബെസ്റ്റ് ഫ്രാങ്ക് ലംപാർഡ് തന്നെയാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമുണ്ട് ലംബാർഡിനോട്. പറഞ്ഞെങ്കിൽ സ്കോൾസിന് താല്പര്യം, ബാക്കി നല്ല എനിക്ക് ഓക്കെ. ജെറാർഡിനെ ഫിഫ്ത്തിൽ ഇട്ട്. ജെറാർഡ് 5th ഇട്ടേ, പക്ഷെ സ്കോൾസ് ജെറാർഡിനൊക്കെ നല്ല പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ നല്ല അതുകൊണ്ട് 5th ഇട്ടാ, അതിന് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. സ്ക്രിപ്റ്റഡ് 2024 സ്ക്രിപ്റ്റ്. പക്ഷെ നീ സ്ക്രിപ്റ്റ് നോക്കി സത്യം പറഞ്ഞാൽ കാരണം എടാ RCB ആദ്യം ടപ്പ ചെയ്ത് പടക്കം പടം പൊട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് റോ ആയിട്ടുണ്ട്. രാജസ്ഥാൻ എടുക്കും. രാജസ്ഥാൻ ഡൽഹിയായിട്ടൊക്കെ ജയിക്കുന്ന കളിയാണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ഇരുന്ന് എഴുതി സീലൊക്കെ പറയൂലേ, നമ്മളിത് കാത്തിരുന്ന് കാണുക, ഏത് നിമിഷവും സംഭവിക്കും. ആദ്യം അമ്മാതി കളി കളിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാൻ പെട്ടപ്പട്ടപ്പ പിന്നെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പടക്കാൻ കളിച്ചിട്ട് ടീം ഉണ്ടെങ്കിൽ കൊൽക്കട്ട ക്വാളിഫൈ ആയി. ബാക്കി 3 ടീം ഏതോ നമുക്ക് നോക്കാം. ചെന്നൈ കയറോ, രാജസ്ഥാൻ കയറോ, SRH കയറോ, RCB കയറോ. രാജസ്ഥാൻ ഓൾറെഡി ജയിച്ച കയറി. പിന്നുള്ള ചെന്നൈ SRH RCB കയറും. സ്വപ്നം പോലെ കാണാത്ത ലിസ്റ്റാണ്. ഓക്കെ, കൊൽക്കട്ട ഓക്കെ, രാജസ്ഥാൻ ഞാൻ SRH ഇടും. എനിക്ക് താല്പര്യമില്ല. എനിക്ക് പേഴ്സണലി RCB ഇത്രയും തോറ്റിട്ട് ടീമാണല്ലോ, ഒന്ന് കയറി ഭയങ്കര റിക്വയർമെന്റ്സ് ആണ്. RCB ജയിക്കേണ്ട കളി ഭയങ്കര ഹൈ റൺ റേറ്റിൽ ജയിക്കണം, ചെന്നൈ തോക്കണം,
പിന്നെ അതേപോലെ തന്നെ ഡെയിലിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനെല്ലാം നമ്മുടെ എഴുത്തുകാരൻ ഇരിക്കുന്നത് എല്ലാം സെറ്റാക്കി തരും. അയ്യോ ഇത്ര പിന്നെ നമ്മള് പറഞ്ഞ പറ്റിയ കളിയുണ്ട്. പക്ഷെ ലക്നൌവിന് സർച്ച് അടിച്ചിട്ടത് 10 ഓവർ കളി എടുത്തത്. ഓ എന്റെ പൊന്നോ പീഡനം. ചുമ്മാ 10 ഓവറാണ് 12 ഓവർ 10 ഓവർ 9 ഓവറിൽ 9 10 ഓവർ തീർത്ത് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പറയണ പോലെ 10 ഓവർ പവർ പ്ലെയർ കടിച്ചിട്ട് കളി കഴിഞ്ഞിട്ട് മറ്റേ കെ എൽ രാഹുലിന്റെ മോറാണോ ഓർഡർ വന്ന് മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരിക്കും പ്രിൻസിപ്പാളിന്റെ ഓർഡർ അത് പറഞ്ഞ കെ എൽ രാഹുൽ കരഞ്ഞിരിക്കണ പോലെ. പക്ഷെ അങ്ങനെയൊക്കെ പറയാം ഓർമ്മ കാശ് കൊടുക്കണല്ലേ എന്തോ കനിമാർക്ക് അതൊന്നും തിരിച്ചു പറയാൻ പറ്റുമോ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാൻ വന്ന് മുംബൈ ഇന്ത്യൻസ് ബാപ്പറെ ബാപ്പു. പക്ഷെ അറിയട്ടെ ഏറ്റവും കൂടുതൽ കാശുള്ള കോടീശ്വരന്റെ ടീമല്ലേ. സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ അവർക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അതൊരു ട്വിസ്റ്റ് അല്ലേ? അല്ല എല്ലാത്തവണ കാശുള്ള ജയിച്ച സ്ക്രിപ്റ്റിന് വിലയില്ലല്ലോ. മാറ്റി ചിന്തിക്കണ്ടേ. പക്ഷെ അടുത്ത സീസൺ നോക്കിക്കോട്ടെ. ഈ സാല കപ്പ് മുംബൈ അല്ല മുംബൈ ട്വിസ്റ്റ് വരും. പക്ഷെ അടുത്ത സീസൺ മേക്ക് ഓപ്ഷനാണ്. അവരുടെ ടീമിന് 3 പേര് ബാക്കിയുള്ള എല്ലാവരും കൊടുക്കണമെന്നല്ല, ലക്നൗ എല്ലാവരും കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ മെയിൻ കാര്യം പറയാൻ പറഞ്ഞത് ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് ഒക്കെ പോയി തുടങ്ങി. ബട്ട്ലർ പോയി, ജാക്ക് പോയി, പിന്നെ ഒരു ആർസിബിയിൽ പോയി പ്ലേയേഴ്സ് ഒക്കെ പോയി തുടങ്ങി. നമുക്ക് ഇത്തവണത്തെ ബ്രേക്ക്ഔട്ട് പ്ലെയർ ആയിട്ട് ആരും തോന്നിയ IPL സുനിൽ നരി അത് MVP ബ്രേക്ക്ഔട്ട് പ്ലെയർ ഉദിച്ചു വരുന്ന താരം. എനിക്ക് മറ്റേ SRH അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡിന്റെ പൊളിക്കളിയാണ്. എനിക്ക് രണ്ടിനും അടിപൊളി കളിയാണ്. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സഞ്ജു ഇത്രയും അടിപൊളിയായിട്ട് കളിച്ചിട്ട് പോലും പ്ലേയിങ് 2 വർഷം ഭരിക്കുന്നവരാണ്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ. പക്ഷെ വേറെ പറഞ്ഞ കാര്യം വേറെ ലെഫ്റ്റ് ഹാൻഡർ ഇല്ല. പിന്നെ സഞ്ജു കൂടുതലും അപ്പറായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ലേ. പക്ഷെ ആണെങ്കിൽ ഓവറായിട്ട് കളിക്കണം കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ സഞ്ജുവിന് എന്തായാലും ഇന്ത്യൻ ടീമിൽ പിടിച്ചൊരു 1 ഡൗൺ എടുക്കാൻ പറ്റൂലല്ലോ. അടുത്ത തവണ രോഹിത് ശർമ്മ കൊൽക്കത്തയിലോട്ട് പോകുന്ന ഒരു സൂചനയൊക്കെ തോന്നുന്നുണ്ട്. പറയുന്നുണ്ട്, ചെന്നൈ പറയുന്നുണ്ട്, പഞ്ചാബ് പറയുന്നുണ്ട്. പഞ്ചാബിൽ പോയ ഗതി പിടിക്കുന്നത്. പക്ഷെ കൊൽക്കത്ത പോയ നൈസായിരിക്കും തോന്നുന്നു. കൊൽക്കത്ത നൈസായിരിക്കും. പിന്നെ ഇവിടെ ചെന്നൈ പോയാൽ പുറമേ ഭയങ്കര പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ധോണി നയിച്ച് ഇത്രയും മുമ്പേ ടീമിന് രോഹിത് ശർമ്മ വന്നിട്ട് ഭയങ്കര പ്രശ്നം അല്ല. പിന്നെ അതിന് എനിമി ടീംസ് അല്ലേ, ചെറിയ ക്ലാസിക് പോലെയല്ലേ മുംബൈ ചെന്നൈ. പണ്ട് ഏറ്റവും ഫാൻസ് രണ്ട് ടീമാണ് ചെന്നൈ മുംബൈ. അങ്ങനെയല്ലേ കിട്ടുന്നത്. പക്ഷേ കോഹ്ലി കപ്പടിക്കണം IPL. ഇവരുടെ ഇന്റർനാഷണൽ കപ്പ് അത്ര വാല്യൂ ഇല്ലാത്തത് എല്ലാം കണക്കായി. ഇവരുടെ കപ്പ് ഇന്റർനാഷണൽ ട്രോഫീസിനേക്കാളും കുറച്ചും കൂടി ഒരു ഫാൻ ഫൈറ്റ് വരുന്നത് IPL ആണ്. ഫൈനൽ തോറ്റ ഇത്ര വിഷമം പിടിച്ചിരിക്കാനുള്ള ഒരു ഫാൻ ബേസ് ഫുട്ബോളല്ലോ. അത് നമുക്കറിയാം. ഫുട്ബോളില് ഇമോഷൻ ക്രിക്കറ്റില് ഫൈനൽ തോറ്റ ഇത്ര എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ടുണ്ടായ 2010 വേൾഡ് കപ്പ് ചിലപ്പോ ഇന്ത്യ ഓസ്ട്രേലിയ അതൊക്കെ ബട്ട് 2010 ഉണ്ടായ ക്രിക്കറ്റിന്റെ വാല്യൂ ഇപ്പൊ ഒന്ന് മാറി നല്ല രീതിക്ക് ഫുട്ബോളിലായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ട് ഫുട്ബോളിന്റെ പകുതി ഇമോഷനൊക്കെ ഉണ്ടാവും ക്രിക്കറ്റ്, അത് ഉറപ്പാണ്. കാരണം to the person who is writing scripts for cricket, please study from football writers. അതാണ് കാരണം എനിക്കൊന്ന് ഫുട്ബോള് കണ്ട് മീൻസ് നമ്മുടെ സ്വന്തം ടീം ഫൈനൽ തോറ്റ് കരഞ്ഞേക്കണേന്റെ 10-1 ക്രിക്കറ്റ് ഫൈനൽ തോറ്റ് ആരും കരഞ്ഞിട്ടില്ല. അതല്ല, ഫൈനലിൽ തോറ്റു കഴിഞ്ഞാൽ അതെന്റെ ഡൗട്ടാണ്. കാരണം ആരും കരയുന്നത് ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ കപ്പ് പൊക്കുമ്പോ ആർക്കോ വേണ്ടി പൊക്കുന്നു,
ഫുട്ബോൾ റൗണ്ട് ഓഫ് 16 പുറത്തായി തോറ്റാൽ പോലും ഒരു കരച്ചിലുണ്ടാവും, അതെ, ഒരു വിഷമം ഉണ്ടാവും. ഫാൻസ് ആണെങ്കിൽ പോലും കുട്ടിക്കാരാണ് കാണാൻ പറ്റുന്നത്. ജയിച്ചാവുള്ള ആ ഒരു ഇഞ്ചുറി ടൈമിലൊക്കെ ഒരു കോൾഡ് ചെക്കണം അതാണ് ഫുട്ബോൾ. അപ്പോ ഇനി പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ചാമ്പ്യൻസ് ലീഗിന്റെ വിശേഷങ്ങൾ നോക്കാം, പിന്നെ എംബുമോനെ ഒപ്പിട്ടാ നോക്കാം. അത് ഓക്കെ. എന്റെ ടീം ഞാൻ പറഞ്ഞ പ്രീമിയർ ലീഗ് അടിച്ചത് സിറ്റിയാണ്. നീ പറഞ്ഞു ഞാൻ ആഴ്സണൽ അല്ല, ഞാൻ ലിവർപൂളാ പറഞ്ഞു. അതാ വഴി പോയി, വേറെ വഴി പോയി. ആഴ്സണൽ പറഞ്ഞ ട്രോഫി ഇല്ലാത്ത ക്ലോപ്പ് കിടപ്പിടും. സോ എനിവേ അടുത്ത ആഴ്ച കാണാൻ പറ്റി. അടുത്ത ആഴ്ച